ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ ചിലപ്പം എല്ലാം പെട്ടെന്നങ്ങ് നിന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? ഒരു പ്രോസസ്സും മുന്നോട്ടു പോകുന്നില്ല, സിസ്റ്റം മൊത്തത്തിൽ സ്തംഭിച്ച ഒരവസ്ഥ. കൺകറന്റ് പ്രോഗ്രാമിംഗിലെ ഈയൊരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ ഡെഡ്ലോക്ക് എന്ന് വിളിക്കുന്നത്. കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ ഇങ്ങനെ നിശ്ചലമാക്കുന്ന ഈ അവസ്ഥ എന്താണെന്നും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്കിന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം അല്ലേ? പക്ഷെ ഇതൊരു പഴയ നിയമമാണ്. ഡെഡ്ലോക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, 2 ട്രെയിനുകളും മറ്റേത് പോട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്നാൽ രണ്ടും അവിടെ തന്നെ കിടക്കും. കമ്പ്യൂട്ടറിന്റെ ലോകത്തും കൃത്യമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ശരി, നമ്മൾ ഈ വിഷയം എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഡെഡ്ലോക്ക് എന്താണെന്ന് നമ്മൾ നിർവചിക്കും. പിന്നെ അതെങ്ങനെ ഉണ്ടാകുന്നു, അതിനെ നേരിടാനുള്ള വഴികൾ ഏതൊക്കെയാണ്, അങ്ങനെ പോകും. അവസാനം ഇതുപോലെ തന്നെയുള്ള സ്റ്റാർവേഷൻ എന്നൊരു പ്രശ്നത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഈ ഡെഡ്ലോക്ക് എന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഡെഫിനിഷൻ. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സർക്കുലർ കാത്തിരിപ്പാണ്. അതായത് പ്രോസസ് എ പ്രോസസ് ബിയുടെ കയ്യിലുള്ള ഒരു റിസോഴ്സിനായി കാത്തിരിക്കുന്നു. അതേസമയം പ്രോസസ് ബി കാത്തിരിക്കുന്നത് പ്രോസസ് എയുടെ കയ്യിലുള്ള മറ്റൊന്നിനും. ആരും വിട്ടുകൊടുക്കുന്നില്ല, അതുകൊണ്ട് ആർക്കും മുന്നോട്ടു പോകാനും പറ്റുന്നില്ല. എല്ലാം ബ്ലോക്ക്. ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കാൻ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണമെടുക്കാം. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ 4 വശത്തുനിന്നും വണ്ടികൾ വന്ന് ഓരോരുത്തരും മറ്റേയാള് പോകട്ടെ എന്ന് കരുതി കാത്തുനിന്നാലുള്ള അവസ്ഥയില്ലേ, അതാണ് ഡെഡ്ലോക്ക്. കമ്പ്യൂട്ടർ സയൻസിലെ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം പറയുന്നതും ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ്. ഒരു ഡെഡ്ലോക്ക് വെറുതെ അങ്ങ് ഉണ്ടാകുന്നതല്ല, അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒത്തുവരണം. ഒരു വിഭവം ഉണ്ടാക്കാൻ ചേരുവകൾ വേണമെന്ന പോലെ ഒരു ഡെഡ്ലോക്ക് ഉണ്ടാകാനും 4 വ്യവസ്ഥകൾ ഒരേ സമയം ഒരുമിച്ച് വരണം. ഓർക്കുക, ഈ 4 വ്യവസ്ഥകളും ഒരുമിച്ചു വന്നാൽ മാത്രമേ ഡെഡ്ലോക്ക് ഉണ്ടാകൂ. നമുക്ക് ഓരോന്നായി നോക്കാം. 1. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അതായത് ഒരു റിസോഴ്സ് ഒരു സമയത്ത് ഒരു പ്രോസസ്സിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. 2. ഹോൾഡ് ആൻഡ് വെയിറ്റ്. കയ്യിലുള്ള റിസോഴ്സ് വിട്ടുകൊടുക്കാതെ തന്നെ പുതിയൊരൊന്നിനായി കാത്തിരിക്കുന്ന അവസ്ഥ. 3. നോ പ്രിയംഷൻ. ഒരു പ്രോസസ്സിൽ നിന്ന് അതിന്റെ റിസോഴ്സ് ബലമായി പിടിച്ചെടുക്കാൻ സിസ്റ്റത്തിന് കഴിയില്ല. അവസാനമായി സർക്കുലർ വെയിറ്റ്. ഈ കാത്തിരിക്കുന്ന പ്രോസസ്സുകളെല്ലാം കൂടി ഒരു സർക്കിൾ പോലെയായി മാറണം. അപ്പോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ 4 കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നിനെ ഇല്ലാതാക്കിയാൽ മതി, ഡെഡ്ലോക്ക് എന്ന പ്രശ്നത്തെ നമുക്ക് തടയാൻ കഴിയും. ഡെഡ്ലോക്ക് തടയാനുള്ള എല്ലാ വഴികളുടെയും അടിസ്ഥാനം ഈ ഒരൊറ്റ ആശയമാണ്. ശരി, ഈ ഡെഡ്ലോക്ക് എന്ന പ്രശ്നത്തെ നമുക്ക് പ്രധാനമായും 3 രീതിയിൽ സമീപിക്കാം. ഓരോന്നിനും അതിൻ്റേതായ മെച്ചങ്ങളും പോരായ്മകളുമുണ്ട്. ആദ്യത്തെ വഴി ഈ പ്രശ്നം ഇല്ലെന്ന് നടിക്കുകയാണ്. മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായ ലിനക്സും വിൻഡോസുമൊക്കെ ഇതാണ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഡെഡ്ലോക്കുകൾ വളരെ അപൂർവമാണ്. അതിനെ തടയാൻ ശ്രമിച്ചാൽ സിസ്റ്റത്തിന്റെ പെർഫോമൻസിനെ അത് ബാധിച്ചേക്കാം. രണ്ടാമത്തെ വഴി ഡെഡ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയെ തന്നെ ഇല്ലാതാക്കുക. മൂന്നാമത്തെ വഴി ഡെഡ്ലോക്ക് സംഭവിച്ചോളൂ, പക്ഷെ നമ്മൾ അതിനെ കണ്ടെത്തി പരിഹരിക്കും. ഇത് ഡേറ്റാബേസുകളിലൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഇനി നമുക്ക് ആ മുൻകൂട്ടി തയ്യാറെടുക്കുന്ന 2 രീതികളില്ലേ, പ്രിവെൻഷനും അവോയ്ഡൻസും, അവയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. രണ്ടും ഡെഡ്ലോക്ക് സംഭവിക്കുന്നതിനു മുൻപ് തന്നെ പ്രവർത്തിക്കുന്നവയാണ്. പ്രിവെൻഷൻ അല്ലെങ്കിൽ തടയൽ എന്നു പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ നിയമങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ഡെഡ്ലോക്ക് വരാനുള്ള സാധ്യതയെ ഘടനാപരമായി ഇല്ലാതാക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ 4 കണ്ടീഷനുകളിൽ ഒന്നിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രോഗ്രാമർമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രിവെൻഷൻ ടെക്നിക്കാണിത്. എല്ലാ റിസോഴ്സുകൾക്കും ഒരു ക്രമം കൊടുക്കുക, എന്നിട്ട് ആ ക്രമത്തിൽ മാത്രമേ റിസോഴ്സുകൾ ആവശ്യപ്പെടാൻ പാടുള്ളൂ എന്ന നിയമം വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സർക്കുലർ വെയിറ്റ് എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല. അവോയ്ഡൻസ് അഥവാ ഒഴിവാക്കൽ കുറച്ചുകൂടി സ്മാർട്ടായ ഒരു വഴിയാണ്. ഓരോ തവണ ഒരു റിസോഴ്സിനായി അപേക്ഷ വരുമ്പോഴും സിസ്റ്റം ഒന്നാലോചിക്കും, ഇത് കൊടുത്താൽ ഭാവിയിലൊരു ഡെഡ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ റിസോഴ്സ് കൊടുക്കില്ല. ഇതിനായിട്ട് ഓരോ പ്രോസസ്സിനും ഭാവിയിൽ ഏതൊക്കെ റിസോഴ്സുകൾ വേണ്ടിവരുന്ന മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. ഈ സ്ലൈഡ് നോക്കൂ, ഇത് ഈ 2 ആശയങ്ങളെയും തമ്മിൽ നന്നായി താരതമ്യം ചെയ്യുന്നുണ്ട്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ്. എന്നാൽ അവോയ്ഡൻസ്
ഓരോ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിപരമായ തീരുമാനമെടുക്കുന്നത് പോലെയും. ഒന്ന് നിയമം വെക്കുന്നു, മറ്റേത് ഓരോ തവണയും ആലോചിച്ച് തീരുമാനമെടുക്കുന്നു. അപ്പോ ഇനി നമുക്ക് അവസാനത്തെ സ്ട്രാറ്റജിയിലേക്ക് പോകാം. അതായത് ഒരു ഡെഡ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഡിറ്റക്ഷൻ അഥവാ കണ്ടെത്തൽ എന്ന ആശയം ഇതാണ്. സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് സ്വയം ഒന്ന് പരിശോധിക്കും, എവിടെയെങ്കിലും ഡെഡ്ലോക്ക് സൈക്കിളുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഒരു ഡോക്ടർ ഇടയ്ക്ക് വന്ന് രോഗിയെ പരിശോധിക്കുന്നതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡെഡ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന്, ആ കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ അങ്ങ് നിർത്തിക്കളയുക. അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്ന് ഒരു റിസോഴ്സ് ബലമായി വാങ്ങി മറ്റേതിനു കൊടുക്കുക. ആദ്യത്തെ വഴി എളുപ്പമാണ്, പക്ഷേ ആ പ്രോസസ്സ് ചെയ്ത ജോലിയൊക്കെ നഷ്ടപ്പെടാം. രണ്ടാമത്തെ വഴി കുറച്ചുകൂടി സങ്കീർണമാണ്. ഡെഡ്ലോക്കുമായി വളരെ സാമ്യമുള്ള പക്ഷേ വ്യത്യസ്തമായ മറ്റൊരു പ്രശ്നമാണ് സ്റ്റാർവേഷൻ. ഇവിടെയും പ്രോസസ്സുകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല, പക്ഷെ കാരണം വേറെയാണ്. സ്റ്റാർവേഷൻ അല്ലെങ്കിൽ പട്ടിണി എന്ന അവസ്ഥയിൽ ഒരു പ്രോസസ്സ് എവിടെയും കുടുങ്ങിക്കിടക്കുകയല്ല, പകരം സിസ്റ്റം അതിനെ എപ്പോഴും അവഗണിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് മുന്നിലുള്ളവർക്കും പുതുതായി വരുന്നവർക്കും എപ്പോഴും അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഊഴം വരുന്നേയില്ല. ഏതാണ്ട് അതുപോലെയാണ് സ്റ്റാർവേഷനും. ഈ സ്ലൈഡ് ആ വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് ഒരു കൂട്ടം പ്രോസസ്സുകൾ ഒരുമിച്ച് കുടുങ്ങുന്നതാണ്. എന്നാൽ സ്റ്റാർവേഷൻ ഒരു പ്രോസസ്സ് ഒറ്റയ്ക്ക് പുറന്തള്ളപ്പെടുന്നതാണ്. ഡെഡ്ലോക്കിൽ ആർക്കും മുന്നോട്ടു പോകാൻ പറ്റില്ല, പക്ഷെ സ്റ്റാർവേഷനിൽ ബാക്കിയുള്ള പ്രോസസ്സുകൾക്ക് ഒരുപക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. സ്റ്റാർവേഷൻ എങ്ങനെ തടയാമെന്നതിനൊരു നല്ല ഉദാഹരണമാണ് എലിവേറ്റർ അൽഗോരിതം. ഒരു എലിവേറ്റർ എല്ലാ നിലകളിലും നിർത്താതെ മുകളിലേക്കും താഴേക്കും പോകാറില്ലല്ലോ. അതുപോലെ ഡിസ്ക് ഹെഡ് ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പോകുമ്പോൾ വഴിയിലുള്ള എല്ലാ അഭ്യർത്ഥനകളെയും പരിഗണിക്കും. അപ്പോൾ ആരും ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരില്ല. ഡെഡ്ലോക്ക് ഒരു വലിയ പ്രശ്നമാണെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിൽ വെക്കണം. പ്രായോഗികമായി നോക്കിയാൽ കൺകറന്റ് സിസ്റ്റങ്ങളിലെ ഭൂരിഭാഗം ബഗ്ഗുകളും ഡെഡ്ലോക്ക് കാരണം ഉണ്ടാകുന്നവയല്ല. ഏകദേശം 92% ബഗ്ഗുകളും മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഡെഡ്ലോക്ക് അതിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. അപ്പം നമ്മൾ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. പ്രശ്നങ്ങൾ വരാതെ നോക്കുന്നതാണോ നല്ലത്, അതോ പ്രശ്നം വന്നാൽ അതിനെ നേരിടാൻ തയ്യാറായിരിക്കുന്നതാണോ? അതായത് കുറ്റമറ്റ സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതാണോ, അതോ പരാജയങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നതാണോ ഏറ്റവും നല്ല തന്ത്രം? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.